നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഒരുപാട് ഹൈജീനും കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അവർ ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ പാരൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും അവരും അത് അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിലൊക്കെ ഒരുപാട് അസുഖങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവരിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈജീൻ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് ഒന്ന് ഓറൽ ഹൈജീനാണ്. അതുപോലെ തന്നെ ഹാൻഡ് വാഷ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഫുഡ് ഹൈജീൻ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അവർ മറ്റെന്തെങ്കിലും, അതായത് ഇപ്പം ഒബ്ജക്റ്റുകളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടുകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങളുടെ കേസ് നോക്കുന്ന സമയത്ത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഓറൽ ഹൈജീൻ ആണ്. ഈ ഓറൽ ഹൈജീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബ്രഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ബ്രഷിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നിങ്ങൾ ഫിംഗർ ബ്രഷ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫിംഗർ ബ്രഷ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. കൂടുതലായിട്ടും ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഒരു വയസ്സായ കുഞ്ഞുങ്ങളിൽ. പിന്നെ അവരൊരു 1.5-2 വയസ്സൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് അവർക്ക് പറ്റിയ ടൂത്ത് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അത് വാങ്ങിയിട്ട് അവരിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് വലിയതായിട്ടുള്ള കുട്ടികൾ, അതായത് സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുടെ കേസൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ബ്രഷിംഗ് എന്ന് പറയുന്നത് 2 നേരം നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുൻപായിട്ടും ബ്രഷിംഗ് ചെയ്യുക. അപ്പോൾ ബ്രഷിംഗ് ചെയ്യേണ്ട സമയത്ത് ചില കുഞ്ഞുങ്ങൾ നമ്മൾ കാണാറുണ്ട്, വലിയ പല്ലാണ്, വളരെ പരന്നിട്ട് വലിയ പല്ലുകളൊക്കെ നമ്മൾ കുട്ടികൾ കാണാറുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരിൽ ബ്രഷിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ. അപ്പം ബ്രഷിംഗ് ചെയ്യേണ്ടത് നമുക്ക് മുകൾ വശത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സർക്കുലാർ മോഷനിൽ ബ്രഷ് ചെയ്യാം. ഒരിക്കലും അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ബ്രഷിംഗ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു 2 രീതിയിൽ നിങ്ങൾ ഒന്നെങ്കിൽ സർക്കുലാറിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മേലോട്ടും താഴോട്ടും എന്നുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളിൽ ബ്രഷിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ അവരിലൊക്കെ പേസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവരിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട പേസ്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരിലൊരു ഓറൽ ഹൈജീൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ മൗത്ത് വാഷ് എന്ന് പറയുന്നത്, വായ കഴുകുന്ന ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ വായ കഴുകുന്നുണ്ടെങ്കിലും എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് അവരോട് വായ കഴുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് എന്താകും, ഈ പല്ലിലൊക്കെ പുഴുക്കളും കേടുകളും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നന്നായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പറയുക. അതുപോലെ തന്നെ മുട്ടായി, ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒബ്ജക്ട്സ് ഈ കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്ന ശീലമുണ്ട് കുട്ടികളിൽ. അപ്പം അത് കൂടുതലായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. അപ്പം അതും നിങ്ങൾ അവരിൽ നിന്ന് ഒഴിവാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബ്രഷൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷൊക്കെ സെലക്ട് ചെയ്യാം. എന്നാൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു വളരെ ഹാർഡാവാനും പാടില്ല, എന്നാൽ ഒട്ടും സോഫ്റ്റും തന്നെ അല്ലാത്ത ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഗാർഗിളിങ് ചെയ്യിപ്പിക്കുന്നത്, വായൊന്ന് ഗാർഗിളിങ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഈ ത്രോട്ടിൽ വരുന്ന ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടോ, അല്ലെങ്കിൽ നമുക്കിപ്പം യഷ്ടിമധു അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ ഒക്കെ പൗഡർ കിട്ടും. ഇരട്ടി മധുര പൗഡറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഗാർഗിൾ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഗാർഗിൾ ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ഈ സൗണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹൈജീൻ എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ഹൈജീനാണ്. അപ്പോൾ ഹാൻഡ് വാഷ് കുഞ്ഞുങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. കാരണം അവരിൽ ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് ബാക്ടീരിയൽ, ഫംഗൽ, അതുപോലെ തന്നെ വൈറസുകളൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈ നന്നായിട്ട് വാഷ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഒരു വീട്ടിലിപ്പോൾ പെറ്റ്സ്, ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് കൈ കഴുകുന്നില്ലെങ്കിൽ അവരിൽ ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അവരിൽ ശ്രദ്ധിക്കുക. കൈ കഴുകുക ഏതൊക്കെ സമയങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് കൈ കഴുകണം, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ കഴുകണം. അതുപോലെ തന്നെ ഒരു പെറ്റ്, ആനിമൽസിനൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴുകണം, ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ കഴുകണം. അതുപോലെ തന്നെ നിങ്ങളിപ്പം
കുക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ എടുത്തു കൊടുക്കുകയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് കൈ കഴുകണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൈ കഴുകേണ്ടത് നിങ്ങൾ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കൈ കഴുകുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, ഒരു 20 സെക്കൻഡോളം നമ്മുടെ കയ്യിൽ ഈ സോപ്പ് വാട്ടർ ആക്കിയതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് കൈ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ നഖം നന്നായിട്ട് വെട്ടി കൊടുക്കുക, ക്ലീൻ ചെയ്തിരിക്കുക. നഖത്തിനുള്ളിലൊക്കെ അഴുക്കുകളൊക്കെ കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു ഹൈജീൻ എന്ന് പറയുന്നത് കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കുളി എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളിൽ 2 നേരം കുളി നിങ്ങൾ ശീലാക്കിയെടുക്കുക. അപ്പോൾ ഹെഡ് ബാത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു ഒന്നരാടം കൂടുമ്പോഴോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഒന്ന് ഉണർവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവരൊരു ഡള്ളായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെഡ് ബാത്ത് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ബോഡി ബാത്തും കാര്യങ്ങളൊക്കെ ചെയ്യുക, 2 നേരം തന്നെ ചെയ്യുക. അധികം അതായത് മൈൽഡായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്യുക, കൂടുതൽ കാരടങ്ങിയിട്ടുള്ള സോപ്പ് കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യാതിരിക്കുക. വളരെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പീഡിയാട്രിക് സോപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ തന്നെ സെപ്പറേറ്റ് ഉണ്ട്, അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ ഈ തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എടുക്കുക. കാരണം വീട്ടിലിപ്പോൾ ആർക്കെങ്കിലും ഒരു സ്കിൻ കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോർത്ത് നിങ്ങൾ എല്ലാവരും പരസ്പരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലും സ്കിൻ കണ്ടീഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അവരിൽ ഈ സ്കിൻ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് ഉറങ്ങാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അവരിൽ ഈ പെട്ടെന്ന് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ അനാവശ്യമായിട്ട് നമുക്ക് മെഡിസിൻസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. അപ്പം അത് നോക്കുക. അപ്പോൾ അവരെ കുളിപ്പിക്കുന്ന കേസ് നോക്കുന്ന സമയത്ത് ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ അതൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും. കാരണം ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലാത്ത സമയത്ത് സാധാ നോർമൽ വാട്ടറിൽ അവരിൽ കുളിപ്പിക്കുക. പിന്നെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ക്ലോറിനൊക്കെ മിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് സമയം വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ആ മുകളിലുള്ള വെള്ളം എടുത്തിട്ട് കുളിക്കുക. അടിയിൽ ഊറിയ വെള്ളം എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ പൗഡർ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കൺമഷി യൂസ് ചെയ്യണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം കുഞ്ഞുങ്ങളുടെ കേസ് ഡിഫറെൻ്റ് ആണ്. പൗഡറൊന്നും ഇപ്പം കൂടുതൽ യൂസ് അത് നമ്മുടെ ഒരു ഇത് പ്രകാരം കസ്റ്റം പ്രകാരം നമ്മൾ പണ്ട് മുതലേ ശീലിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും കൂടുതലായിട്ടും അവരിൽ യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. അതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവരിലൊരു ഓയിൽ ബാത്ത് എപ്പോഴും നല്ലതാണ്. ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് അവരിൽ കുഞ്ഞുങ്ങളിൽ പറ്റിയ ഓയിൽ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ള നല്ലെണ്ണയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു മസാജ് ചെയ്തിട്ട് കുളിക്കുന്നതൊക്കെ അവരിൽ കുറച്ചും കൂടി ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു എനർജിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതാണ്. ഇനി അടുത്തത് ഫുഡ് ഹൈജീനാണ്. ഫുഡ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് ബോയിൽ ചെയ്ത ഫുഡുകൾ മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അല്ലാതെ കുറച്ച് പാർഷ്യലി കുക്ക് ചെയ്ത ഫുഡുകളൊന്നും കൊടുക്കാതിരിക്കുക. അതിപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും മീനും ചിക്കനും മുട്ടയൊക്കെ ആണെങ്കിലും നന്നായിട്ട് വേവിച്ചിട്ട് കൊടുക്കണം. കാരണം അതിനകത്ത് ചെറിയ നമുക്കറിയാം വൈറസും ബാക്ടീരിയസും ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലൂസ് മോഷനും ഛർദിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുട്ടികൾക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ നമുക്കറിയില്ല അത് എത്രത്തോളം തിളപ്പിച്ചാറിയതാണെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം നമ്മുടെ വീടുകളിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോവുക, മാക്സിമം അത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെജിറ്റബിൾസ് മാക്സിമം വേണം. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഈ നോൺ വെജ് മാത്രം നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കരുത്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസും ഫൈബേഴ്സും ഫ്രൂട്ട്സും നട്ട്സുകളും എല്ലാം തന്നെ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഹൈജീൻ്റെ കേസ്, കുട്ടികളുടെ കേസൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലോത്തിങ് ഒക്കെ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആവുന്ന സമയത്തൊക്കെ നന്നായിട്ട് അയൺ ചെയ്ത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ക്ലോത്തിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുക. അവരുടെ പാൻറ്റീസ് അല്ലെങ്കിൽ അണ്ടർവെയർസും അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം മാത്രം അവരെ ധരിപ്പിക്കുക. അല്ലെങ്കിലും അവർക്ക് ഈ സ്കിൻ കണ്ടീഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ടും നിങ്ങളെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഹൈജീൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർക്ക് വരുന്ന പല അസുഖങ്ങളും അതുപോലെ തന്നെ അവർക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.